അഭിമന്യ തുങ്കുഴി പിതാവ് ഈ സംസ്ഥാനത്തിന് ചെയ്ത നന്മകൾ, ഭൗതികമായ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത നന്മകൾ, അത് ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സേവന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരാണ്. അതിലൂടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ തൃശ്ശൂരിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി, ഭൗതിക തലത്തിൽ ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. തുങ്കുഴി പിതാവിന് സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോടെ യാത്രയയക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇടയശ്രേഷ്ഠന് വിട ചൊല്ലുകയാണ് സാംസ്കാരിക നഗരി. പതിനായിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഈ ധന്യ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ. ഒരു ചരിത്രത്തിന് പ്രൗഢഗംഭീരമായിട്ടുള്ള, പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു യുഗത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു. ആ ചരിത്രത്തിൻ്റെ ആ ഏടുകളിൽ അഭിമന്യ തുങ്കുഴി പിതാവ് കത്തിച്ച ആത്മീയമായിട്ടുള്ള ആ ജ്വാല വരും തലമുറകളെ തീർച്ചയായിട്ടും പ്രചോദിപ്പിക്കും. ഇത്രത്തോളം രൂപതകളുടെ നിർണായകമായിട്ടുള്ള വളർച്ചയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള മറ്റൊരു ഇടയശ്രേഷ്ഠനില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. മാനന്തവാടി രൂപത ജന്മം കൊണ്ട ആ ഒരു ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഇടയനായി അദ്ദേഹം രൂപതയെ 22 വർഷത്തിലേറെ അദ്ദേഹം നയിച്ചു. തുടർന്ന് താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ മെത്രാനായി അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ താമരശ്ശേരിയുടെയും ഹൃദയം കവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് 1997 തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തു. പിന്നീട് 10 വർഷം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട 10 വർഷം തന്നെയാണ്. പിന്നീട് നടന്നത് ഒരു ചരിത്രം തന്നെയാണ്. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ തലശ്ശേരി അതിരൂപതയിലും കുറച്ച് നാൾ സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. വള്ളപ്പള്ളി പിതാവിൻ്റെ സെക്രട്ടറിയായി, രൂപതയുടെ ചാൻസലറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. റോമിലാണ് അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. പാലയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം.